ആഹാ, ഇന്നലെ ഉച്ചയ്ക്ക് എത്തിയിട്ട് ഇന്ന് വൈകുന്നേരമാണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത് നിനക്ക്? ഒന്നും പറയണ്ട എൻ്റെ ഉണ്ണിയാച്ച. ഇന്നലെ വൈകുന്നേരം തന്നെ ഇങ്ങോട്ട് വരാൻ ഞാനൊരു ശ്രമം നടത്തിയതാ. പക്ഷേ പെട്ടുപോയി. അതെന്താ? അവളുടെ പറച്ചിൽ കേട്ട് ചിരിയോടെ സ്വാതിയുടെ അച്ഛൻ ഉണ്ണി ചോദിച്ചു. കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് കുളിച്ച് റെഡിയായി വണ്ടിയുമായി ഇറങ്ങിയപ്പോൾ മൂപ്പര് ഒറ്റ പറച്ചിലാ. ഇന്നിനി എങ്ങോട്ടും പോകാൻ നിൽക്കണ്ട, 7 മണിക്ക് മുന്നേ ഒരു പാർട്ടിക്ക് പോകാനുണ്ട്. തീർന്നില്ലേ? എന്താ ഏതാന്ന് വല്ലതും ചോദിച്ചാൽ പിന്നെ ചീത്തയായി വഴക്കായി. പാർട്ടി അറ്റൻഡ് ചെയ്യാനല്ലേ മോളെ അച്ഛൻ വിളിച്ചത്? അതിനൊക്കെ പോയിക്കൂടെ? നല്ല കാര്യല്ലേ? നിന്റെ കല്യാണത്തിനും ആൾക്കാർ കൂടണമല്ലോ. എവിടെയും പോകാതിരുന്നാലേ നീയും നിന്റെ ചെക്കനും മാത്രമേ കല്യാണത്തിനുണ്ടാകൂ. ആമിയൊന്ന് ചിരിച്ചുപോയി അത് കേട്ട്. ഒപ്പം അവളുടെ മനസ്സിലേക്ക് ദർശൻ്റെ മുഖവും എത്തി. പാർട്ടിക്ക് പോകുന്നത് എനിക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അച്ഛന് പോലും വെറും ഒരാഴ്ച മാത്രം പരിചയമുള്ള ഒരാളുടെ മോളുടെ 5ാം പിറന്നാളിന് വിളിച്ചുകൊണ്ടു പോയതാ എനിക്കങ്ങ് ദഹിക്കാതെ പോയത്. ഇത്തവണ ചിരിച്ചു പോയത് ഉണ്ണിയാണ്. അതൊക്കെ വിട്. കാർത്തുവച്ചി എവിടെ? മോൾ അകത്തുണ്ടാകും, ഇപ്പോൾ വന്നതേ ഉള്ളൂ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം കാർത്തിക ആമിയുടെ വീട്ടിൽ പോയി നിന്നിട്ടില്ല. ഹോസ്റ്റലാക്കാമെന്ന് ആദ്യം സുരേഷ് തീരുമാനിച്ചത്. പിന്നെ സ്വാതിയുടെ അച്ഛനും ആമിയും നിർബന്ധിച്ചപ്പോൾ കാർത്തുവിനും സമ്മതമാണെന്നറിഞ്ഞപ്പോഴാണ് ഇവിടെ നിൽക്കാൻ അയാൾ സമ്മതിച്ചത്. അതിനുശേഷം സുരേഷ് ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ കാർത്തു സ്വാതിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. കാർത്തുവച്ചി കൂയി. പതുക്കെ പെണ്ണെ, അയൽക്കാരെ കൂടി കേൾപ്പിക്കണോ നിനക്ക്? ഓ, പറയണ പോലെ ചേച്ചി ഇപ്പോൾ ഇവിടുത്തെ ആളല്ലേ, നമ്മളല്ലേ പുറമക്കാര്. ഒന്ന് പോടി പെണ്ണെ. നീ ഇന്നലെ വരുമെന്നാ ഞാൻ കരുതിയത്. ഇന്നലെ വരാന്നാ കരുതിയത്. പക്ഷേ ഒരു പാർട്ടിക്ക് പോകാനുണ്ടായിരുന്നു, അതുകൊണ്ടാ ഇന്നത്തേക്കാക്കിയത്. അതൊക്കെ പോട്ടെ, എന്നാ ഇനി വീട്ടിലേക്ക്? അമ്മായി മിനിഞ്ഞാന്ന് വന്നിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട്. നിന്നെയും അമ്മായിയെയും അല്ലേ എനിക്കവിടെ കാണാനുള്ളൂ. മങ്ങിയൊരു ചിരിയോടെ കാർത്തു മറുപടി നൽകി. ഞാൻ വീട്ടിലേക്ക് വിരുന്ന് വരുന്നതിനെ പറ്റിയല്ല ചോദിച്ചത്, വീട്ടുകാരിയായുള്ള വരവിനെ പറ്റിയാ. കാർത്തുവിൻ്റെ മുഖം നാണത്താൽ ഒന്ന് ചുവന്നു, അതേസമയം ഒന്ന് വാടുകയും ചെയ്തു. കുറച്ചുനാൾ കൂടി കഴിഞ്ഞിട്ട് അമ്മാവനോട് സംസാരിക്കാന്നാ അമ്പിയേട്ടൻ പറഞ്ഞത്. ഇതുതന്നെയല്ലേ ഞാൻ കഴിഞ്ഞ തവണ വെക്കേഷന് വന്നപ്പോഴും ചേച്ചി പറഞ്ഞത്. ആദ്യം പറഞ്ഞു 1 വർഷം കൂടിയല്ലേ പഠിപ്പുള്ളൂ, അതുകൂടെ കഴിഞ്ഞിട്ട് പറയാമെന്ന്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ജോലി കിട്ടി ഒന്ന് സെറ്റിലൊക്കെ ആവട്ടെ എന്ന്. അപ്പോൾ പിന്നെ കാര്യം അറിഞ്ഞാലും അച്ഛന് വലിയ എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്ന്. ഇപ്പോൾ ജോലിയുമായി, ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? കാർത്തു പറഞ്ഞ മറുപടി അത്ര ഇഷ്ടപ്പെടാതെ ആമി ചോദിച്ചു. ഞാനും ചോദിച്ചതാ ഇതൊക്കെ. പക്ഷേ നീ അന്ന് വിളിച്ചപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അമ്പിയേട്ടൻ പറയുന്നത് ഇപ്പോൾ നിയച്ചേച്ചിക്ക് കല്യാണം ആലോചിക്കാനുള്ള സമയമല്ലേ, അപ്പോൾ നിയച്ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ നോക്കാമെന്നാ. അതുതന്നെയല്ലേ മര്യാദ. ചേച്ചിയല്ലേ എന്നേക്കാളും മൂത്തത്. ആമി വന്ന ദേഷ്യമൊന്ന് പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. പിന്നെ ശാന്തമായി തന്നെ തുടർന്നു. ചേച്ചി അന്ന് ഫോൺ ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചു കാര്യം, ചേച്ചിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടോന്ന്. പക്ഷേ അമ്മ എന്താ പറഞ്ഞതെന്നറിയോ? അമ്മ ചേച്ചിയുടെ കല്യാണക്കാര്യം അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെട്ടു. മാത്രമല്ല അമ്പിയേട്ടൻ എന്താ പറഞ്ഞതെന്നറിയോ? സമയമാകുമ്പോൾ ചേച്ചി തന്നെ അത് ആലോചിച്ചോളും, അമ്മ അതിൽ ഇടപെടണ്ട എന്നൊക്കെ. എന്താ ചേച്ചി ഇതിൻ്റെയൊക്കെ അർത്ഥം? എക്സാമിൻ്റെ തിരക്കിലായതുകൊണ്ടാ ഞാൻ പിന്നെ ഇതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കാതിരുന്നത്. പക്ഷേ ഇനിയും സംസാരിക്കാതിരിക്കാൻ വയ്യ. അത് ചിലപ്പോൾ കാര്യമൊന്നും ആവാത്തതിൻ്റെ ദേഷ്യമായിരിക്കും അമ്പിയേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അമ്പിയേട്ടനും അമ്മാവനും ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ടെന്നാ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോഴും അമ്പിയേട്ടൻ പറഞ്ഞത്. ആമിക്കപ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ സ്വയം വിഡ്ഢിയാവാതെ. ചേച്ചിയെ പറ്റിക്കുക അമ്പിയേട്ടൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും അല്ല ആമി അമ്പിയേട്ടൻ. ചേച്ചി ആരെയായി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? എൻ്റെ ഏട്ടനെ എന്നേക്കാളും നന്നായിട്ട് ചേച്ചിക്ക് അറിയില്ലല്ലോ. ഉഡായിപ്പിൻ്റെ ആശാനാണ് മൂപ്പര്. അതുപോട്ടെ, ഇപ്പോൾ അമ്പിയേട്ടൻ ചേച്ചിയെ പണ്ടത്തെ പോലെ വിളിക്കാറുണ്ടോ? അത് അമ്പിയേട്ടൻ ഇപ്പോൾ നല്ല തിരക്കായത് കൊണ്ടാ. കാർത്തുവിന് അത് പറഞ്ഞ് മുഴിയിപ്പിക്കാൻ ആവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് വേറെ എന്തോ കാര്യമുണ്ട്. ഏട്ടൻ ചേച്ചിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അങ്ങനെയൊന്നും പറയലേ ആമി. അമ്പിയേട്ടൻ എൻ്റെ ജീവനാ. അമ്പിയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. നിറഞ്ഞു നിൽക്കുന്ന കാർത്തുവിൻ്റെ കണ്ണുകൾ ആമിയെ കൂടുതൽ വിഷമിപ്പിച്ചു. ചേച്ചിയെ സങ്കടപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞത്. പക്ഷേ ഇനിയും വെച്ച് താമസിപ്പിച്ചുകൂടാ കല്യാണം.
നോക്കട്ടെ, സമയം നോക്കി ഞാൻ ഏട്ടനോട് സംസാരിക്കാം. എല്ലാവരോടും സംസാരിച്ച് കാർത്തുവിനെ ഒന്നുകൂടി ആശ്വസിപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ആമി അവിടെ നിന്ന് മടങ്ങിയത്. 5 മണിയായപ്പോൾ അമ്പി കോഫി ഷോപ്പിലെത്തി. 5:30യോളമായി ദേവി എത്തിയപ്പോൾ. കുറേ നേരമായോ അമ്പിയേട്ടൻ എത്തിയിട്ട്? പരിഭ്രമിച്ചിരിക്കുന്ന അവളുടെ മുഖത്തേക്കാണ് അവൻ്റെ നോട്ടം പോയത്. കുറച്ചു നേരമായി എത്തിയിട്ട്. പക്ഷേ സാരല്ല, എൻ്റെ ദേവിക്കൊച്ചിന് വേണ്ടിയല്ലേ. മനസ്സൊന്ന് തണുത്തതുപോലെ തോന്നി ദേവിക്ക് അവൻ്റെ ആ വാക്കുകൾ കേട്ടിട്ട്. എന്താ, ഇന്നലെ വിളിച്ചപ്പോൾ താൻ ആകെ ടെൻഷനിലാണെന്ന് തോന്നിയല്ലോ. ഒരു പ്രശ്നമുണ്ട് അമ്പിയേട്ടാ. എന്താ? ഞങ്ങളുടെ ഒരു നൈബറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ, ജോൺ പാപ്പയും ഡേവിഡ് ചേട്ടനുമൊക്കെ. ആ, എനിക്ക് ഓർമ്മയുണ്ട്. എന്താ ഇപ്പോൾ അവരുടെ പ്രശ്നം? പ്രശ്നം അവരല്ല, ഡേവിഡ് ചേട്ടൻ്റെ വൈഫ് സാലി ചേച്ചി. ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ പ്രപ്പോസൽ എനിക്ക് വന്നിട്ടുണ്ട്. ഇവരുടെ കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ അയാൾ ഡേവിഡ് ചേട്ടനോട് എന്നെപ്പറ്റി അന്വേഷിച്ചിരുന്നെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയമായതുകൊണ്ട് ഡേവിഡ് ചേട്ടൻ തന്നെയാണ് ആലോചന വേണ്ടെന്ന് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം? ഡേവിഡ് ചേട്ടൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. 3 മാസം കൂടി കഴിഞ്ഞാൽ എക്സാമൊക്കെ കഴിയുമല്ലോ, അപ്പോഴേക്കും വിവാഹം ഉറപ്പിച്ചു വെക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. അച്ഛൻ്റെയും ഏട്ടൻ്റെയും അടുത്ത്. നിനക്കിനിയും പഠിക്കണമെന്ന് പറയാമായിരുന്നില്ലേ അവരുടെ അടുത്ത്? അതൊക്കെ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു. പക്ഷേ തുടർന്ന് പഠിപ്പിക്കാനൊക്കെ അവർ തയ്യാറാണെന്ന് ഡേവിയേട്ടൻ പറയുന്നത്. സംഗതി സീരിയസാ അമ്പിയേട്ടാ. അമ്പിയേട്ടൻ അച്ഛനോടൊന്ന് സംസാരിക്കൂ, വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കാൻ. ഇതൊരു വല്ലാത്ത പാടായി പോയല്ലോ. കഴിഞ്ഞ വർഷം നിൻ്റെ ഒരു സാറായിരുന്നു. നീ എഴുതിയ കഥയും കവിതയും വായിച്ച് പ്രേമം തോന്നി വീട്ടിൽ വന്ന് ആലോചിച്ചു. അത് പിന്നെ നിന്റെ വീട്ടുകാരായിട്ട് മുടക്കി. ഇതിപ്പോൾ എന്ത് ചെയ്യും ദൈവമേ? അമ്പിയുമാകെ വെപ്രാളത്തിലായി. അച്ഛനോട് ഞാൻ നമ്മുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇരിക്കുകയായിരുന്നു. അല്ലെങ്കിലും പക്ഷേ ഒരു കാര്യമുണ്ട്. എന്ത് പ്രശ്നമാണ് അമ്പിയേട്ടാ? കാർത്തുവേച്ചി കാര്യമാണോ? അവളുടെ കാര്യമോ? അവളുടെ എന്ത് കാര്യം? ദേവി അത് ചോദിച്ചപ്പോൾ അമ്പിയൊന്ന് പതറി. അല്ല, കാർത്തു ചേച്ചിയുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ അമ്പിയേട്ടൻ പറഞ്ഞത്? അതാണോ പ്രശ്നം? ഓ അങ്ങനെ. അവൻ ആശ്വാസമായി. ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ അച്ഛൻ ഒരുപാട് നല്ല ആലോചനകൾ അവൾക്ക് കൊണ്ടുവന്നതാ. അവൾക്ക് എന്നെപ്പോലെ തന്നെയുള്ള ചെക്കനെ വേണം എന്നൊക്കെ വാശി പിടിച്ചാൽ എങ്ങനെ നടക്കാനാ? ഞാൻ പറഞ്ഞിട്ടില്ലേ, അവരുടെ കയ്യിൽ സ്വത്തുക്കളൊന്നുമില്ല. എൻ്റെ അച്ഛൻ വേണം സഹായിക്കാൻ. എന്നിട്ടും അഹംഭാവമാണ് അവൾക്ക്. നീ അത് വിട്, പ്രശ്നം അതല്ല. പിന്നെ നിയമോളുടെ കാര്യമാ പ്രശ്നം. ചേച്ചിക്ക് എന്താ പ്രശ്നം? ഇനി ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലാതുണ്ടോ? അങ്ങനെയൊക്കെയാ ദേവിയുടെ മനസ്സിലൂടെ കടന്നു പോയത്. അവൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവൾക്കും കല്യാണപ്രായമായി നിൽക്കുവാണല്ലോ. അവളുടെ കാര്യം നോക്കണം. ഇന്ന് ഈ അടുത്ത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, അവളുടെ കഴിഞ്ഞിട്ട് എൻ്റെ നോക്കാന്നാ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അതിനിടയ്ക്ക് എങ്ങനെ പറയുമെന്നാ എൻ്റെ ടെൻഷൻ. ദേവിയുടെ മുഖം ആകെ വാടി, കണ്ണുകൾ നിറഞ്ഞു. അമ്പിക്ക് സന്തോഷമായി അത് കണ്ട്. പക്ഷെ അവൻ പുറമെ പരമാവധി സങ്കടം തന്നെ ഭാവിച്ചു. താൻ വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. തൽക്കാലം ഞാൻ അച്ഛനോട് പറയാം കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മുടെ വിവാഹമൊന്ന് ഉറപ്പിച്ചു വെക്കാൻ പറയാം. പിന്നീട് നീയുടെ കഴിഞ്ഞിട്ട് നടത്തിയാൽ മതിയെന്ന് പറയാം, പോരെ? ദേവി ഒന്ന് മൂളി. എന്താടോ, തനിക്ക് സന്തോഷമായില്ലേ? എനിക്കെന്തോ ആകെയൊരു പേടി പോലെ. എന്തിന്? ഞാനില്ലേ, ഞാൻ ശരിയാക്കാമെല്ലാം. ടേബിളിലിരിക്കുന്ന അമ്പിയുടെ കൈക്ക് മുകളിലായി ദേവി കൈവച്ചു. അവൻ അവളെയൊന്ന് നോക്കി. അമ്പിയേട്ടൻ അറിയോ, ഞാൻ അമ്പിയേട്ടനെ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്ന്? അമ്പിയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അമ്പിയേട്ടൻ എൻ്റെ ജീവനാ. കാർത്തിക. ഒരല്പം മടിയോടു കൂടിയാണെങ്കിലും നിഖിൽ വിളിച്ചു. ഇന്ന് തന്നെ അവളോട് തൻ്റെ ഇഷ്ടം പറയണമെന്ന് കരുതിയാണ് നിഖിൽ വന്നത്. മതിലിനവിടെ വന്നപ്പോഴാണ് അപ്പുറത്ത് ചെടി നനയ്ക്കുന്നവളെ അവൻ ശ്രദ്ധിച്ചത്. അവൻ വേഗം അവളുടെ വീട്ടിലേക്ക് നടന്നു. ആ, നിഖിലേട്ടനോ? ഞാൻ വിചാരിച്ചു ആരാ ഇത് എൻ്റെ പേര് വിളിക്കുന്നതെന്ന്. അകത്തേക്ക് കയറി നിഖിലേട്ടാ. അങ്കിളില്ലേ? അച്ഛൻ അകത്തുണ്ട്. നിഖിലേട്ടൻ അകത്തേക്ക് കയറി, ഞാൻ വിളിക്കാം. അല്ല, അത് പിന്നെ. അവൻ പറഞ്ഞതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൾ വേഗം ബക്കറ്റും കപ്പും താഴെ വെച്ച് അകത്തേക്കോടി. പോകുന്ന വഴിക്ക് അച്ഛാ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു പെണ്ണ്. ആ മോനെ, എന്താ അവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വാ. നിഖിൽ സുരേഷിനൊപ്പം അകത്തേക്ക് കയറി അവിടെയുണ്ടായിരുന്ന ചെയറിലിരുന്നു. ഒരുപാട് തവണ കാർത്തികയോടും അച്ഛനോടും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് അവൻ ആ വീടിൻ്റെ അകത്തേക്ക് കയറുന്നത്. വരാന്തയ്ക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ചെറിയ ഹാള്, അവിടുന്ന് അപ്പുറത്തേക്ക് 2 മുറികൾ, നേരെ ഒരു അടുക്കള.
അടുക്കളയ്ക്ക് ഇപ്പുറത്തായി തന്നെ ഒരു കോമൺ ബാത്റൂം അവൻ ശ്രദ്ധിച്ചു. മോന് ആദ്യമായിട്ടാണല്ലേ ഇവിടേക്ക്? അവൻ വീട് ആകെ മൊത്തം നോക്കുന്നത് കണ്ട് അയാൾ ചോദിച്ചു. അതെ, നിങ്ങൾ വരുന്നതിന് മുൻപ് ഇവിടെ താമസിച്ചിരുന്നത് ആരോടും വലിയ അടുപ്പം കാണിക്കാത്ത ഒരു കൂട്ടരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് നോക്കാറുണ്ടായിരുന്നില്ല. നിങ്ങൾ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വന്ന് സംസാരിക്കാറുള്ളത്. സോഫിയ കൊച്ചും പറയാറുണ്ട് മുൻപ് ഇവിടെ താമസിച്ചിരുന്നവരോട് ആർക്കും വലിയ അടുപ്പമൊന്നുമില്ല എന്ന്. അല്ല, മോൻ വെറുതെ വന്നതാണോ? അതോ? അല്ല, ഞാൻ നിങ്ങളെ ഒന്ന് കാണാനായിട്ട് തന്നെ വന്നതാ. എന്തായാലും മോൻ ഇപ്പോൾ വന്നത് നന്നായി. ഞങ്ങൾ ഇന്നിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. എനിക്ക് കന്യാകുമാരിക്ക് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് സാറ് വിളിച്ചത്. ഇനിയിപ്പോൾ നാളെ വീണ്ടും പോകണം. ബാംഗ്ലൂർക്കൊരു ഓട്ടം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ കാർത്തിക? അവളും ഇപ്പോൾ പോകും. നിഖിലിന് എന്തോ സങ്കടം തോന്നി അത് കേട്ടപ്പോൾ. കണ്ണു നിറയൊന്ന് കാണാൻ പോലും കിട്ടുന്നില്ല ഇപ്പോൾ പെണ്ണിന്. അവൻ ഓർത്തു, ഈ വയ്യാത്തിടത്ത് എന്തിനാ അങ്കിള് ഇങ്ങനെ ദൂരയാത്രയൊക്കെ പോകുന്നത്? അടുത്തെവിടെയെങ്കിലും നോക്കിയാൽ പോരെ? ഇവളും ഇത് തന്നെയാ പറയുന്നത്. കുറച്ച് നാൾ കൂടി ഇങ്ങനെയൊക്കെ പോട്ടെ മോനെ. ഇവളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ ദൂരെയൊന്നും പോകില്ല. നിഖിലിൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി മുട്ടിട്ടു അത് കേട്ട്. അപ്പോഴേക്കും കാർത്തു വെള്ളവുമായി വന്നു. അവിടുത്തെ അമ്മച്ചിക്ക് എങ്ങനെയുണ്ട് മോനെ? കുറച്ച് നാളായി കണ്ടിട്ട്. മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരമ്മ. ഇവിടെ തന്നെ കുട്ടിച്ചായം പറഞ്ഞറിഞ്ഞ് എനിക്ക് സുഖമില്ലാതിരുന്നപ്പോൾ എന്തോരം സഹായിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇവിടുന്ന് പോയാലും ഞാൻ അതൊന്നും മറക്കില്ല മോനെ. എങ്കിലും എൻ്റെ കയ്യിൽ പണം വരുമ്പോൾ അതെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തിരിച്ച് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല വല്യമ്മച്ചി സഹായിച്ചത്. നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടും വല്യമ്മച്ചിക്കറിയാം. അല്ല, ഇവിടുന്ന് പോകുന്ന കാര്യമൊക്കെ പറയാൻ ഓണർ എന്തെങ്കിലും പറഞ്ഞോ അതിനെക്കുറിച്ച്? അയാളൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ 3 വർഷത്തോളമായില്ലേ ഞങ്ങളിവിടെ. സാധാരണ അയാൾ 1 വർഷത്തിൽ കൂടുതൽ ആർക്കും കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ അവസ്ഥയൊക്കെ അറിയാവുന്നത് കൊണ്ടാ. ആ അങ്കിളിനെ അപ്പച്ചന് പരിചയമുണ്ട്. ഞാൻ അപ്പച്ചനോട് പറയാൻ സംസാരിക്കാൻ. വേണ്ട മോനെ, ഒരു 3 മാസത്തേക്ക് സാവകാശം കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇവളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെയെങ്കിലും നിന്നോളാം. എൻ്റെ കാര്യം കുഴപ്പമില്ലല്ലോ. അയാൾ അതിന് സമ്മതിച്ചിട്ടുമുണ്ട്. 3 മാസത്തിനുള്ളിൽ ഇവളുടെ കല്യാണം നടത്തണം. കുറച്ചൊക്കെ പൊന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ജോലിയും ഉണ്ടല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാർത്തു അത് കേട്ട് നാണത്താൽ ഒന്ന് മുഖം താഴ്ത്തി. നിഖിലൊരു ചിരിയോടെ അവളെ നോക്കി. ഈ യാത്ര കൂടെ കഴിഞ്ഞ് വന്നിട്ട് വേണം ഇവളുടെ കാര്യമൊന്ന് ഉറപ്പിക്കാൻ. ഞാൻ പെങ്ങളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വരുമ്പോഴേക്കും അവളൊന്ന് സൂചിപ്പിച്ചേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിശ്ചയമൊന്നും വേണ്ടാന്നാ ഞാൻ പറഞ്ഞത്. നേരെ കല്യാണമാകുമ്പോൾ ചെലവും കുറയുമല്ലോ. നിഖിൽ ഞെട്ടലോടെ സുരേഷിനെ ഒന്ന് നോക്കി. എനിക്ക് മനസ്സിലായില്ല. അയ്യോ, വല്യമ്മച്ചി ഒന്നും പറഞ്ഞില്ലേ മോനോട്? ഞാൻ കഴിഞ്ഞ തവണ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. എന്താ അങ്കിൾ? നിഖിലിൻ്റെ ശബ്ദമൊന്നിടറി. കാർത്തുമോളും എൻ്റെ പെങ്ങളുടെ മോനുമായിട്ട് ഇഷ്ടത്തിലാണ്. ഇവരുടെ കല്യാണമാണ് ഞാൻ പറഞ്ഞത്. 3 മാസത്തിനുള്ളിൽ ഉണ്ടാവും കല്യാണം. അവർ ഞങ്ങളെപ്പോലെയല്ല, വലിയ ആളുകളാ. പിന്നെ ഇവൾക്കിപ്പോൾ ജോലിയുള്ളത് കൊണ്ട് വലിയ എതിർപ്പൊന്നും കാണില്ല. പിന്നെ എനിക്ക് ആകെയുള്ള പെങ്ങളാ. അവളുടെ അടുത്താകുമ്പോൾ എനിക്കും സമാധാനാ. പിന്നെയും സുരേഷ് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ നിഖിലൊന്നും കേട്ടില്ല. ചെവിയിലെന്തോ മൂളൽ പോലെ അവന് തോന്നി. നെഞ്ചാകെ നീറുന്നുണ്ടായിരുന്നു. വിടരുന്നതിന് മുൻപേ കൊഴിഞ്ഞുപോയ തൻ്റെ പ്രണയം അവൻ്റെ കണ്ണുകൾ നീറിപ്പുകഞ്ഞു. അല്ല, മോനെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് ഞാൻ ചുമ്മാ നിങ്ങളെ കുറച്ച് നാളായി കണ്ടിട്ട് എന്ന് വല്യമ്മച്ചി പറഞ്ഞപ്പോൾ എന്നാ ഞാൻ ഇറങ്ങട്ടെ? ശരി മോനെ, ഞാനും ഇതാ ഇറങ്ങി. ഞാൻ ഈ ഓട്ടം കഴിഞ്ഞ് വന്ന് അമ്മച്ചിയെ ഒന്ന് വന്ന് കണ്ടോളാന്ന് പറഞ്ഞേക്ക്. വാക്കുകൾ പുറത്തേക്ക് വന്നാൽ താൻ കരഞ്ഞു പോകുമോ എന്ന് പോലും നിഖിൽ സംശയിച്ചു. അവിടെ നിന്നിറങ്ങി അവൻ വേഗം പോയി വണ്ടിയിൽ കയറിയിരുന്നു. വല്യമ്മച്ചിയെ പോലും കാണാൻ നിന്നില്ല. വണ്ടി പുറത്തേക്കെടുത്ത് കുറച്ചു ദൂരം ചെന്ന് ആളൊഴിഞ്ഞൊരിടത്ത് വണ്ടി നിർത്തി. സ്റ്റീറിങ്ങിൽ തലവെച്ച് കുറേ നേരം കിടന്നു. മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് എന്തോ ഉറപ്പിച്ചു എന്ന പോലെ അവന് ഫോണെടുത്തു. അപ്പച്ച, നീ എവിടെയാ നിഖിൽ? 10 മണിക്ക് നിന്നോട് സൈറ്റിൽ എത്തണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ആ സൂപ്പർവൈസർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായെന്നറിയോ? അപ്പച്ച. അവൻ്റെ ശബ്ദമാകെ ഇടറിയതുപോലെ മാത്യുവിന് തോന്നി. അയാളൊന്ന് മയപ്പെട്ടു. എന്താ മോനെ, നിനക്കെന്താ വയ്യേ? അപ്പോൾ അയാൾ ഒരു അച്ഛനായി മാറി. അപ്പച്ച, എന്നെ ദൂരെയുള്ള ഏതെങ്കിലും സൈറ്റിലേക്കാക്കുമോ? എനിക്ക് കുറച്ചുനാൾ ഇവിടെ നിന്ന് മാറി നിന്നാൽ കൊള്ളാമെന്നുണ്ട്. എന്താടാ അതിന് മാത്രം? എന്താ ഉണ്ടായത്? ഞാൻ പറയാം. ആദ്യം ഞാൻ അതിനോട് മാനസികമായി ഒന്ന് പൊരുത്തപ്പെടട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം പറയാം. ഇപ്പം എന്നോടൊന്നും ചോദിക്കല്ലേ അപ്പച്ച. എനിക്ക് ഇവിടുന്ന് പോകണം.
മകനെ നന്നായി മനസ്സിലായ ആ അപ്പന് അവൻ്റെ അവസ്ഥ പെട്ടെന്ന് മനസ്സിലായി. അയാളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എത്തിയതും കാർത്തുവിൻ്റെ മുഖമാണ്. അമ്മച്ചിയെ കാണാൻ പോയപ്പോൾ പലപ്പോഴും അയാൾ കാർത്തുവിനെ കണ്ടിട്ടുണ്ട്. അയാൾക്കും ആ കുട്ടിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവർക്കും താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ജാതിയും മതവും ഒന്നും നോക്കാതെ തന്നെ ആ വിവാഹം അയാൾ നടത്തി കൊടുക്കാൻ ഉറപ്പിച്ചതുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു പ്രശ്നം അതിലുണ്ടെന്ന് അയാൾക്ക് ഉറപ്പായി. എന്തായാലും അവനായി പറയുന്നത് വരെ ഒന്നും ചോദിക്കണ്ട എന്ന് തന്നെ അയാളും ഉറപ്പിച്ചു. ശരി, നീയൊരു കാര്യം ചെയ്യ്. ചെന്നൈയിൽ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദാസങ്ങൾ നാളെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നീയും കൂടെ പോയിക്കോ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ശരി, ഞാനിന്ന് ലീവാ. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് സ്വസ്ഥമായി ഒന്നിരിക്കണം. നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഓഫീസിൽ നിന്നും വേറെ ആരെങ്കിലും അയച്ചോളാം സൈറ്റിലേക്ക്. പഴയ ഫ്രണ്ട്സുമായി ഒരു ഗെറ്റ് ടുഗദർ വെച്ചിരുന്നത് കൊണ്ട് ഒരുപാട് വൈകിയാണ് ആമി വീട്ടിലെത്തിയത്. 2 ദിവസമായി അമ്പിയെ കണ്ട് കാര്യം സംസാരിക്കാൻ അവൾ ശ്രമിച്ചിരുന്നു. എന്നാൽ അവനെ കാണാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ വണ്ടി കിടക്കുന്നത് കണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അവൾ അകത്തേക്ക് പോയത്. ചേട്ടനോട് സംസാരിച്ചതിന് ശേഷം മുകളിൽ പോയി ഫ്രഷ് ആയാൽ മതിയെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. മുറിയിൽ കയറിയപ്പോഴാണ് അവൻ കുളിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ കട്ടിലിരുന്ന് മുറി ആകെ ഒന്ന് നോക്കി. അവൾക്ക് സത്യത്തിൽ ഒരു അമ്പരപ്പാണ് ആ മുറി കണ്ട് തോന്നിയത്.